കഴിഞ്ഞ വീഡിയോ ഇട്ടപ്പോൾ അതിൽ ഒത്തിരി കമൻറ്റ്സ്, അതായത് എന്നെപ്പോലെ കുറേ പേരുണ്ട് പാരൻസിൻ്റെ സപ്പോർട്ട് ഇല്ലാണ്ട് പിന്നെ ഒറ്റക്കായ കുറേ ആൾക്കാരുണ്ടെന്നുള്ളത് എനിക്ക് മനസ്സിലായി. അങ്ങനെ 1-2-3 പേര് വീഡിയോയിൽ കമൻറ്റ് ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയ്ക്ക് വ്യൂസ് കുറവാണ്, പക്ഷെ എന്നാലും എൻ്റെ അതേ കാര്യങ്ങൾ എന്നെപ്പോലെ തന്നെ കുറേ കാര്യങ്ങൾ ഫേസ് ചെയ്യുന്ന കുറേ ആൾക്കാരുണ്ടെന്ന് മനസ്സിലായി. അപ്പം എനിക്കൊരു ആശ്വാസമായിപ്പോയി. എന്നെപ്പോലെ കുറച്ച് പേരെങ്കിലും ഉണ്ടല്ലോ. ജീവിതം മടുത്തു എന്ന് തോന്നുമ്പോൾ എല്ലാം വെട്ടിത്തുറന്ന് പറയാൻ ആളില്ലാണ്ട് ഞാനിങ്ങനെ നടക്കും. ആ സമയത്ത് എനിക്കെല്ലാം സംസാരിക്കാൻ പറ്റുന്ന കുറച്ച് കൂട്ടുകാരാണ് ഇപ്പം എൻ്റെ ചുമരിൽ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇവരായ ഒന്നും നമ്മളോട് മറിച്ചൊന്നും പറയൂല, നമ്മളെ എതിർക്കില്ല, നമ്മളെ ബോഡി ഷെയിം ചെയ്യില്ല, നമ്മളെ പരിഹസിക്കില്ല, ഒന്നും ചെയ്യില്ല. എല്ലാം അങ്ങ് കേൾക്കും. എത്ര നേരം വേണമെങ്കിലും അങ്ങ് കേട്ട് നിൽക്കും. അങ്ങനെ ഒറ്റയ്ക്ക് ഇന്ന് സംസാരിച്ച് ഭാരം ഇറക്കി വെക്കാമെന്ന് വിചാരിച്ചാ വട്ടാണല്ലേ. മനസ്സിലായി. ഇങ്ങനെ ഒരു പരിഹാസം ബാക്കി. ഈടെയായി എനിക്ക് തത്വം പറച്ചിൽ കുറച്ച് കൂടുന്നുണ്ടെന്ന് എല്ലാവരും പറയുന്നുണ്ട്. കുറച്ച് വട്ടാണിപ്പോൾ. വട്ട് മാറാനുള്ള ചികിത്സയിലുമാണ്. എന്തൊരു ചെയ്യാൻ. അപ്പം എൻ്റെ പ്രിയപ്പെട്ട ഓഡിയൻസ് ക്ഷമിക്കും എന്ന് ഞാൻ വിചാരിക്കുകയാണ്. അപ്പോൾ പഠിത്തമൊക്കെ എങ്ങനെ പോകുന്നു? എല്ലാവരും നന്നായിട്ട് പഠിക്കുക, ഡോണ്ട് ഗിവ് അപ്പ്. നമുക്കിനി ആകെ ഏകദേശം ക്ലാസ് തീരാൻ വേണ്ടിയിട്ട് ഏകദേശം ഒരു 26 ഡേയ്സ് മാത്രമേ ഉള്ളൂ. എന്നെപ്പോലെ ഒറ്റക്കായിട്ടുള്ള, അതായത് ഒറ്റ കുട്ടിയായിട്ട് ജനിച്ച കുറേ ആൾക്കാർക്ക് ഇത് റിലേറ്റ് ചെയ്യാൻ പറ്റും. എപ്പോഴും നമ്മളിങ്ങനെ എല്ലാവരിലും കേൾക്കുന്ന ഒരു ഫ്രണ്ട്സിനായാലും ഫ്രണ്ട്സിൻ്റെ ഭാഗത്തു നിന്നായാലും ഒക്കെ നമ്മൾ കേൾക്കുന്ന ഒരു കോമൺ ആയിട്ടുള്ളൊരു കാര്യമായിരിക്കും, നിനക്കൊക്കെ എന്താ കുറവ്, നിനക്കൊക്കെ ഭാഗ്യമല്ലേ, ശല്യം ചെയ്യാൻ ആരുമില്ല, നിന്നെ കുറേ പാമ്പർ ചെയ്യുമല്ലേ, നിനക്കൊക്കെ എല്ലാം വാങ്ങിച്ചു തരൂലേ, നീ ഒറ്റയ്ക്കല്ലേ എന്ന്. പക്ഷെ ഒറ്റക്കായ അവർ അനുഭവിക്കുന്നൊരു വേദനയുണ്ട്, ആ ഒരു പെയിൻ. അതെങ്ങനെയാണ് എക്സ്പ്ലെയിൻ ചെയ്യേണ്ടതെന്ന് എനിക്കറിയില്ല. അത് അനുഭവിച്ച ഒരാൾക്കല്ലാണ്ട് എങ്ങനെ അത് എക്സ്പ്ലെയിൻ ചെയ്യാനറിയില്ല. ഇപ്പം എനിക്ക് ഒറ്റയ്ക്ക് ഇരിക്കാനാണ് ഏറ്റവും ഇഷ്ടം, ഒറ്റയ്ക്ക് സംസാരിക്കാൻ വേണ്ടി. വട്ടാണ് എന്നൊക്കെ പറയും, എല്ലാ ആൾക്കാരും പറയും, അതൊന്നും കുഴപ്പമില്ല. പക്ഷേ ഒറ്റയ്ക്ക് ഇരിക്കുക എന്ന് പറഞ്ഞാൽ എനിക്ക് ഏറ്റവും സമാധാനം കിട്ടുന്നത് ഒറ്റയ്ക്ക് ഇരിക്കുമ്പോഴാണിപ്പോൾ. കാരണം എനിക്ക് ആരും വേണമെന്നേ ഇല്ല. ഇപ്പം എനിക്ക് ഫ്രണ്ട്സേ ഇല്ല. ഫ്രണ്ട്സ് എന്ന് പറഞ്ഞാൽ ഒരാൾ പോലും എനിക്ക് ഫ്രണ്ടായിട്ടില്ല. ആ +2 കഴിഞ്ഞപ്പോൾ എല്ലാം പോയി. അതായത് വിളിക്കില്ലേ, കൂടെ നിൽക്കില്ലേ എന്നൊക്കെ പറഞ്ഞാൽ അത്രയും അടുത്ത് നിന്ന ആൾക്കാരൊന്നും ഇപ്പോൾ ഇല്ല. അവരൊക്കെ അവരുടെ വഴി നോക്കി അവരുടെ കാര്യങ്ങൾ നോക്കി പോയി. അപ്പോൾ ആരും നമ്മുടെ ലൈഫിൽ കോൺസ്റ്റൻ്റ് അല്ല, ആരും നമ്മുടെ കൂടെ ഉണ്ടാവില്ല, നമ്മൾ മാത്രമേ ഉണ്ടാവൂ എന്നുള്ള തിരിച്ചറിവ് അതിപ്പോഴാണോ വന്നതെന്ന് നിങ്ങൾ ചോദിക്കേണ്ട, അതെനിക്ക് എപ്പോഴേ വന്ന്. പക്ഷേ ഇപ്പം അത് കുറച്ചും കൂടെ ഒന്ന് അതിന് സ്ട്രെങ്ത്, ഇങ്ങനെ അത് സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കുകയാണ്. എനിക്ക് ഒത്തിരി എക്സ്പീരിയൻസ് ഒന്നും ഇല്ല ലൈഫിൽ. ഞാനങ്ങനെ ലോകമൊന്നും കണ്ടിട്ടൊന്നുമില്ല, അങ്ങനെ ഒരുപാട് എക്സ്പീരിയൻസ് ഉള്ള ഒരാളൊന്നുമല്ല. ഞാനിപ്പോൾ ജനിച്ചിട്ടാകെ അത്രേ കുറച്ചായിട്ടുള്ളൂ. എനിക്കിപ്പോൾ 20 വയസ്സായി. അപ്പോൾ ഒരുപാട് എക്സ്പീരിയൻസ് ഒന്നുമില്ല. പക്ഷേ ഞാനൊക്കെ ജീവിക്കാൻ തുടങ്ങുന്നതേ ഉള്ളൂ. പക്ഷേ എന്നാലും നോർമൽ ഒരു കുട്ടി അനുഭവിക്കുന്നതിൽ കൂടുതൽ. ബട്ട് നമ്മളെപ്പോഴും സ്ട്രോങ് ആവുക. നമുക്ക് ഒരുപാട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ എക്സ്പീരിയൻസ് ഉണ്ടാകുമ്പോഴാണ് നമ്മുടെ മൈൻഡ് സ്ട്രോങ് ആയിക്കൊണ്ടിരിക്കുക, നമ്മുടെ ബോൾഡ്നെസ് കൂടിക്കൊണ്ടിരിക്കും. അപ്പോൾ നമ്മളെപ്പോഴും നമ്മളെ സ്നേഹിക്കുക, സെൽഫ് കെയർ ചെയ്യുക, നമുക്കിഷ്ടമുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുക. അതിൻ്റെ കൂടെ നമ്മളെ തന്നെ നശിപ്പിക്കാതിരിക്കുക. ഞാനങ്ങനെ ചെയ്തൊരു വ്യക്തിയാണ്. ഞാൻ സ്വയം നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നൊരു വ്യക്തിയായിരുന്നു. ഞാൻ പറയുമ്പോൾ ഇവളെന്താ പറയണമെന്നൊക്കെ തോന്നും. പക്ഷേ ഞാനിപ്പോൾ അതിന് ട്രീറ്റ്മെൻറ്റൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ എല്ലാവരും നന്നായിരിക്കുക. ഇടയ്ക്കിടെ നമുക്ക് വീഡിയോ ഒക്കെ ചെയ്യാം. ഇനി നെഗറ്റീവ് കമൻസായിട്ട് വരണ്ട, മൈൻഡ് ചെയ്യൂല. ബിക്കോസ് വീഡിയോ ചെയ്യാന്ന് പറഞ്ഞാൽ എനിക്കൊരു ഹീലിംഗ് ആണ്. അപ്പോൾ ഞാനത് ചെയ്യും. ഓക്കെ, സോ താങ്ക് യു ടു ഓൾ. ബൈ.